ഹായ്, നമുക്കിന്ന് ഫ്ലട്ടറിൽ എങ്ങനെ ഗൂഗിൾ സൈൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം ഗൂഗിൾ സൈൻ വേണം, ഡിപ്പെൻഡൻസി. അതേപോലെ ഫ്ലട്ടറിൽ ഫയർബേസ് ഓത്ത് വേണം. അപ്പോൾ ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ സൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇവിടെ ചെയ്തിരുന്ന ഒരു ലോഗിൻ പേജ് ഉണ്ടാക്കി. ഹോം പേജ് ഉണ്ട്, ഹോം പേജ് മെയിൻ പേജാണ്. അപ്പം ലോഗിൻ പേജ് ചെക്ക് ചെയ്തിട്ട് ഹോം പേജിലോട്ട് പോകുന്ന കൺസെപ്റ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ഗൂഗിൾ സൈൻ കോഡ് കൺസെപ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് രണ്ട് ഡിപ്പെൻഡൻസി നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ മെയിൻ പേജിൽ നമ്മുടെ മൈ ആപ്പിൽ സാധാരണ പറയുന്ന പോലെ ഈ ഇതിൽ സ്പ്ലാഷ് സ്ക്രീൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്പ്ലാഷ് സ്ക്രീൻ, അതായത് ഒരു ലോഡിംഗ് പേജ് ഉണ്ടാവും. ആ പേജ് ലോഡ് ചെയ്ത ശേഷമാണ് സൈൻ ഇൻ പേജിലോട്ട് പോകണോ അതോ ഹോം പേജിലോട്ട് പോകണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഇതിൽ സ്പ്ലാഷ് സ്ക്രീനിൽ ലോഡ് ഡാറ്റ ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്. ലോഡ് ഡാറ്റ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷന് ആ മെത്തേഡിൽ പറയുന്നത് സെഷൻ ഉണ്ടെങ്കിൽ അത് യൂസർ ഓൾറെഡി ലോഗിൻ ചെയ്തായിരിക്കും, എന്നാൽ നേരെ ഹോം പേജിലോട്ട് പോകട്ടെ. സെഷൻ ഇല്ലെങ്കിൽ സൈൻ ഇൻ പേജിലോട്ട് പോകട്ടെ. ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ സൈൻ ഇൻ പേജിൽ ഞാൻ ഒരു ബട്ടൺ, എലിവേറ്റഡ് ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ഒരു ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആപ്പിൻ്റെ ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് മനസ്സിലാവും. ആ ലോഗോ ഉണ്ട്, പിന്നെ സൈൻ വിത്ത് ഗൂഗിൾ എന്ന ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ആ എലിവേറ്റഡ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് സൈൻ മെത്തേഡിലോട്ട് പ്രോഗ്രാം പോകും. അപ്പോൾ സൈൻ മെത്തേഡിൽ നമ്മൾ എഴുതിയെന്ന് വെച്ചാൽ പ്രൈവസി പോളിസി ഉണ്ട് നമ്മുടെ ഇതിൽ. അപ്പോൾ ആ പ്രൈവസി പോളിസി ചെക്ക് ചെയ്തില്ലെങ്കിൽ റിട്ടേൺ അടിക്കാം, ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വരിക. ചെക്ക് ചെയ്ത് ആണെങ്കിൽ സൈൻ വിത്ത് ഗൂഗിൾ എന്നൊരു മെത്തേഡ് ഉണ്ട്. സൈൻ വിത്ത് ഗൂഗിൾ മെത്തേഡിൽ ഗൂഗിൾ പ്രൊവൈഡർ ഉണ്ട്. അതിൻ്റെ ആ കോഡ് എഴുതി ഗൂഗിൾ പ്രൊവൈഡറിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ട്രൈ ക്യാച്ച് ബ്ലോക്കിൻ്റെ അകത്ത് ലോഡ് ചെയ്യുന്ന കൺസെപ്റ്റാണ് എഴുതിയിട്ടുള്ളത്. സൈൻ വിത്ത് പോപ്പ്, ഇതെല്ലാം ബൈ ഡിഫോൾട്ട് നമ്മുടെ ഗൂഗിൾ സൈനിൽ വരുന്നതാണ്. അപ്പോൾ ആ കോഡ് അതേപോലെ എഴുതി യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ് എഴുതി വെച്ച്, അന്ന് ക്രെഡൻഷ്യലിൽ യൂസറിൻ്റെ ഇമെയിൽ ഐ ഡിയും ആക്സസ് ടോക്കണും പിന്നെ ഒരു ഐ ഡി ടോക്കണും ഉണ്ട്. അപ്പോൾ ഈ മൂന്നെണ്ണം നമ്മൾ ഒരു സ്ട്രിങ്ങിൽ അസൈൻ ചെയ്ത്, അതിനുശേഷം എൻ്റെ കോഡിൽ ജസ്റ്റ് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ഉണ്ട്. കാരണം ലോഗിൻ ആയി എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള പോസ്റ്റ് റിക്വസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് വരുന്നുമുണ്ട്. അപ്പോൾ അത് നോക്കണ്ട, ജസ്റ്റ് ഇവിടെ ഈ കോഡ് മാത്രമേ ഉള്ളൂ. ലോഗിൻ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു യൂസറിൻ്റെ ഇത് കിട്ടും, ഒബ്ജക്റ്റ് കിട്ടും. അതിൻ്റെ അകത്ത് ഇമെയിൽ ഐ ഡി ഉണ്ടാവും, ആക്സസ് ടോക്കണും ഉണ്ടാവും. അപ്പോൾ പ്ലസ് ഐ ഡി ടോക്കൺ ഉണ്ട്. അപ്പോൾ ആക്സസ് ടോക്കണും ഐ ഡിയും ഇമെയിലും ഞാൻ ജസ്റ്റ് ഒരു ഷെയർഡ് പ്രിഫറൻസിൽ അല്ലെങ്കിൽ ഒരു ഷെയർഡ് പ്രിഫറൻസിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ സെഷൻ മാനേജർ എഴുതുന്നത്. സെഷൻ മാനേജർ ഒരു ക്ലാസ്സാണ്. ഞാൻ ആദ്യം ഷെയർഡ് പ്രിഫറൻസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫ്ലട്ടർ സെക്യൂർ സ്റ്റോറേജ്, അതായത് ഷെയർഡ് പ്രിഫറൻസിലെ എൻക്രിപ്ഷൻ വെർഷനാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. സക്സസ് ആയ ശേഷം ഹാൻഡിന് സൈനിൽ നിന്ന് സക്സസ് അതിലോട്ട് പോയി ജസ്റ്റ് ഒരു ലോഗിൻ ഒരു ടോസ്റ്റ് ചെയ്തു. അതിനുശേഷം നേരെ ഒന്നുകൂടി സ്പ്ലാഷ് സ്ക്രീനിലോട്ട് റീഡയറക്റ്റ് ചെയ്തു.
ഇനി നെക്സ്റ്റ് മെയിനിലോട്ട് വരുന്ന സമയത്ത് സ്പ്ലാഷ് സ്ക്രീൻ വരുന്ന സമയത്ത് യൂസർ സെഷനിലുണ്ടെങ്കിൽ നേരെ ഹോം പേജിലോട്ട് പോകും. മൈ ഹോം പേജിലോട്ട് വരും. അവിടെ ജസ്റ്റ് നമുക്ക് ഫ്ലട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലസ് നമ്പർ ഇൻക്രിമെന്റ് സംഭവമില്ല, അത് ആ കോഡാണ് ഞാൻ ജസ്റ്റ് അവിടെ ഉള്ളത്. ഇത്രയേ ഉള്ളൂ. ഇത് കോഡാണ്. പ്ലസ് നമുക്ക് ചെയ്യാനുള്ളത് ഫയർ ബേസും കൂടി ചെയ്യാനുണ്ട്. ഫയർ ബേസ് ഓത്തും ഗൂഗിൾ സൈനും ഡിപ്പെൻസ് വേണം. ഫയർ ബേസ് ഓതിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം ആഡ് ആപ്പ് ഉപയോഗിക്കുക. ആഡ് ആപ്പിൽ ഇപ്പം ഞാനിപ്പോൾ സെറ്റിങ്സ് കാണിച്ചു തരാം. ഞാനൊരു ആപ്പ് ആഡ് ആക്കിയിട്ടുണ്ട്. എൻ്റെ പാക്കേജ് നെയിം വെച്ചിട്ട് ആ ആപ്പ് ആഡാക്കി, എന്നിട്ട് അതിൽ SHA-1 ഫിംഗർ പ്രിൻറ്റും കൂടി ആഡ് ചെയ്യണം. ഇനി SHA-1 ഫിംഗർ പ്രിൻറ്റ് കാണണമെങ്കിൽ നമുക്കൊന്ന് കീ ടൂൾ ജനറേറ്റ് ചെയ്യണം. കീ ടൂൾ ജനറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കീ ടൂളിൻ്റെ ലിസ്റ്റ് ഷോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SHA-1 ഫിംഗർ പ്രിൻറ്റ് കാണിക്കും. ഇത് 2 കോഡേ ഉള്ളൂ. ആപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്തും നമുക്ക് കീ ടൂൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോഡ് അതേ ഇതിനെ ഉപയോഗിച്ച് നമുക്ക് ലിസ്റ്റും ചെയ്യാം കീ ടൂളിന്. ആ കീ ടൂൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് SHA-1 ഫിംഗർ പ്രിൻറ്റ് കിട്ടും. അതേപോലെ ഫയർ ബേസിൽ ആഡ് ആപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു JSON ഫയൽ കിട്ടും. ആ JSON ഫയൽ ആൻഡ്രോയിഡ് ആപ്പിൻ്റെ അകത്ത് ഗൂഗിൾ സർവീസസ് എന്നുള്ള അവിടെ വെക്കണം. അതേപോലെ കീ സ്റ്റോർ ജനറേറ്റ് ചെയ്തത് നമ്മുടെ ആപ്പിൻ്റെ അകത്തുണ്ടാവും. പിന്നെ ഇതിൽ ഞാൻ സൈൻ ഇന്നും ഡീബഗിനും ഒരേ കീ സ്റ്റോറാണ് ഉപയോഗിച്ചുള്ളത്. അപ്പോൾ അതും ഞാനിവിടെ ആപ്പിൻ്റെ അകത്തുള്ള ബിൽഡ് ഗ്രേഡിൽ പറഞ്ഞിട്ടുണ്ട്. സൈൻ ഇൻ കോൺഫിഗറേഷന് പറഞ്ഞ് ഡീബഗും റിലീസ് തന്നെ ഞാൻ യൂസ് ചെയ്തില്ല. റിലീസും റിലീസ് തന്നെ നിങ്ങൾക്കൂടെ എങ്ങനെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചുള്ളൂ. പിന്നെ സ്റ്റോറിങ് ഫയൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇത് ഞാൻ ഗ്രേഡിലോട്ട് പ്രോപ്പർട്ടീസിൽ അതിൻ്റെ ക്രെഡൻഷ്യൽ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനം പറയാം. അത് സെറ്റിങ്സ് ചെയ്യുക, ഫയർ ബേസും കാര്യങ്ങളും ചെയ്യുക, കോഡും ചെയ്യുക. കോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിനനുസരിച്ച് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിൽ മാനിഫെസ്റ്റോ ഫയലിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല, അന്ന് ഓർത്ത് നോക്കാം കേട്ടോ. മാനിഫെസ്റ്റോ ഫയൽ നമ്മളൊന്നും തൊട്ടിട്ടൊന്നുമില്ല. ഓക്കെ, ബൈ.